ഗൈസ്, അപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് 12:30 ഉച്ചയ്ക്ക്. കണ്ടിട്ട് മനസ്സിലായല്ലോ ഉച്ചയ്ക്ക് ആയിരിക്കുന്നതല്ല പിന്നെ എപ്പോഴും. ഞാൻ നല്ല നേരത്തെ 10 മണിക്ക് കിടന്നെയാണ് മോനെ. എല്ലാം കറക്റ്റ് ആയിരുന്നു. 10 മണിക്ക് കിടന്ന്, പക്ഷേ എന്റെ വീഡിയോ എഡിറ്റ് ചെയ്തില്ലായിരുന്നു. ഇന്നലെ ഒട്ടും ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഒടുക്കത്തെ ബിസി ആയിട്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തില്ലായിരുന്നു. രാത്രി നേരെ കയറി കിടന്ന് ഉറങ്ങിയായിട്ട് 3:30 രാവിലെ എഴുന്നേറ്റ് രാവിലെ 8 മണി വരെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കയറി കിടന്നുറങ്ങി. പിന്നെ 12:30 1 മണിയാകുമ്പോൾ എഴുന്നേറ്റ്. പക്ഷേ എപ്പോഴൊക്കെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും ഞാൻ 12:30ക്കും ഉച്ചയ്ക്കുമാണ് എഴുന്നേക്കുന്നത്. എന്താണെന്ന് വേറെ വിറ്റെന്ന് പറയുന്നില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് വലിയ വിറ്റൊന്നും ഇല്ല. പക്ഷെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് എൻ്റെ ഈ കൈ ഇല്ലത്, കൈയുടെ ഈ വളവ് ഒടുക്കത്തെ ജാസ്തി വേദന. ഞാൻ വേദന എടുത്തോണ്ടായി വീഡിയോ എടുക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഇന്നലെ ജിമ്മിൽ ബൈസെപ്സ് കുറച്ച് വെയിറ്റ് കൂടുതലടിച്ചെന്ന് തോന്നുന്നു. ദൈവമേ, കൈ തുറയുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചോണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തുറയുന്നേ ഇല്ല. ബാക്കി ഈ കൈയാണെങ്കിൽ സ്ട്രെയിറ്റ് വെറുതെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്താണ് രാവിലെ മോങ്ങുന്ന പോകോട്ട് അവന്മാർക്ക് ഞാൻ ഫുഡ് വെക്കുന്ന ഇവിടെ. അമ്മ എന്തോ അമ്മ ഇന്ന് ഫുഡ്, ഇന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കനൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ പോയിട്ട് ഒരു കോപ്പും ഞാൻ കേൾക്കുന്നുമില്ല, മണക്കുന്നുമില്ലല്ലോ. ചിക്കൻ ആരുമേ മേടിക്കുന്ന ആളില്ലെന്നാ. JMB എന്ത് ചെയ്യുമായിരുന്നു? തിരിച്ചു വന്നെന്നാ. ചിക്കൻ മേടിക്കാനുള്ള കഴിവില്ല ഇവര്. അവരൊന്നും മേടിച്ചിരുന്നില്ല ഇവര്. എന്താണിത്? പ്രോട്ടീനൊന്നും ഇല്ലേ എന്തുവാമേ? പ്രോട്ടീനൊന്നും ഇല്ല, ഞാനെന്ത് ഭക്ഷിക്കാനാണ്? JMB പ്രോട്ടീൻ അത് തള്ളി എഴുന്നേപ്പിക്കാമേ. പഴം കഴിക്കാല്ല, അതിനെന്ത് ചെയ്യാൻ? വിശക്കുന്ന അമ്മ എന്നാ വെറും വയറ്റിൽ ചെറിയൊരു ഉണ്ടാവി എന്താണ് ഇതിന് പഴം. അമ്മയ്ക്ക് കൈ എന്നും പറഞ്ഞ അമ്മ ഇപ്പൊ കുറെ എക്സൈസ് കൂടുന്നുണ്ട് കേട്ടോ. ചിക്കൻ വേണ്ടെങ്കിൽ അവൻ കഴിക്കണ്ട. ചിക്കൻ മേടിച്ചിട്ട് വന്ന് പറഞ്ഞ് വിട്ട് അവൻ ചിക്കൻ ഇല്ലാതെ തിരിച്ചു വന്നു. അവന് ചിക്കൻ വേണ്ട, അവൻ കഴിക്കണ്ടെന്ന്. ഞാൻ വെറുതെ കിടക്കുമല്ലേ. ചിക്കൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വന്നു. എന്ത് മേടിച്ചോണ്ട് വരാൻ? മുട്ട മേടിച്ചോണ്ട് വരാ. ഈ ഉച്ചക്കാരാ മുട്ട കഴിക്കുന്ന? മുട്ട ഏത് പൊട്ടര വേണം ഉച്ചക്ക്? വന്ന് കിട്ടുന്നില്ല, മേടിച്ചോണ്ട് വരാം. കുറെ ക്യാഷ് ഉണ്ട് അതിനകത്ത്. എനിക്ക് വയ്യ. എനിക്ക് 2 ലക്ഷം ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു വഴിയിൽ. ഉണ്ടാ? ഇല്ലല്ലേ. 2 ലക്ഷത്തിന് ഒരു ശേഖരം കുറവുണ്ട്. ഈ വെയിലത്ത് കൊടയില എന്റെ പട്ടി പോവും. എടാ മുട്ട കേട്ടാ, ഈ റോഡിൽ നിന്നുള്ള ചൂടി കൊടയ്ക്കകത്ത് തങ്ങി നിൽക്കുവാണെന്ന് തോന്നുന്നു കേട്ടാ. എന്റെ മോന്ത ഫുള്ള് ചൂടായിരിക്കും. ഗൈസ്, എനിക്കൊരു മേജർ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ടല്ല, ഇപ്പൊ ഈയിടക്കായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒടുക്കത്തെ കൂടുതൽ. ഡെയിലി വ്ലോഗ് ഇട്ട് തുടങ്ങിയോ പിന്നെ പറയണ്ട. എനിക്കൊരു ക്ലോത്തിങ് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ക്ലോത്തിങ് പ്രോബ്ലം എന്ത്? ഡ്രസ്സ് ഇടാൻ ഇല്ലടേ ആ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇവിടെ പറയാം, വെറുതെ പോയി കുറച്ച് ഡ്രസ്സ് മേടിച്ചപ്പോൾ ഇത് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ കാര്യം, ഞാൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് 5 മാസമായി. ഇവിടെ വെച്ച് ഞാൻ കുറേ ഡ്രസ്സ് ഇട്ട് നോക്കി, പക്ഷെ ഒന്നും എൻ്റെ മേത്ത് കൊള്ളത്തില്ല. പക്ഷേ ഒരു ഫിറ്റിംഗ് ഇല്ലായിട്ട്, ഒരു കാണാൻ ഒരു ഇത് ലുക്കും ഇല്ല. എന്തുവാണ് ഇത്? പക്ഷേ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ചേരുന്ന ഡ്രസ്സുണ്ട്. ഹായ്, ഒരു സ്ഥലത്തോട്ട് പോകുമായിരുന്നു എല്ലാം പറയുന്ന. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയിപ്പിച്ചാണല്ലോ ഓർക്കും ആൾക്കാർ. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും വിറ്റെന്ന് പറയുന്നത് ഈ 1.5 വർഷത്തിന് മുമ്പായിട്ട് ഞാൻ ഈ സാറയും തുണിയെടുക്കാൻ തുടങ്ങി കേട്ടോ. സാറിലെ മിക്ക ഡ്രസ്സും ഏതിടുന്നു എനിക്ക് പറയണം. സാറിന് ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഭൂരിഭാഗം ഫുൾ കട തപ്പി പെറുക്കിയെന്ന് പറഞ്ഞാൽ പോലും 1-2 ഷർട്ട് മേടിച്ചിറങ്ങണമെന്നോ, അതെന്ന് വെച്ചാൽ ആൾക്കാർ കടക്കാരൻ വല്ലതും തോന്നും പറഞ്ഞ് മേടിച്ചിറങ്ങുന്നതാണ്. അല്ലെ അതും മേടിക്കത്തില്ല. അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാറയുടെ ബാംഗ്ലൂരിൽ കയറി കഴിഞ്ഞിട്ട് ഏകദേശം ഇട്ടതെല്ലാം 80% എല്ലാം ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതെല്ലാം മേടിച്ചു തന്നെ. പക്ഷേ സാറയ്ക്ക് മെയിൻലി 2 കുഴപ്പങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ കാര്യം ഒടുക്കത്തെ വിലയാണ്. അത്രയും വില തുണിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോയിൽ ഒന്നും പൈസ ഇടാൻ പറ്റത്തില്ല. രണ്ടാമത്തത് ഒടുക്കത്തെ കട്ടിയുള്ള തുണിയാൻ പോലെ. ആ തുണി ഈ കേരളമായിട്ട് ഒട്ടും കൊള്ളത്തില്ല. നിങ്ങൾ സാറിന്റെ ഡ്രസ്സൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ പട്ടിഷു. അതല്ലേ, സീരിയസ് ആയിട്ട് പറയുമോ? എനിക്ക് ഇട്ടത് നല്ല വെച്ചാൽ ഒരു ഫിറ്റിംഗ് ആയിരുന്നു. ഈ ക്ലോത്തിങ്ങിന്റെ ക്രൈസ് എങ്ങനെയെങ്കിലും തീർക്കണം കേട്ടോ. അല്ലെങ്കിൽ പോലെ തീർക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ, നല്ലൊരു കടകളുടെ പിടിക്കണം. ഏതൊന്നും എനിക്ക് തലയ്ക്ക് പറ്റണോ 4-5 കിലോമീറ്റർ സൈക്കിൾ ഓടിയിട്ട് നാരങ്ങളും കുടിക്കാൻ പോകുമ്പോൾ വേറെ പണിയില്ല. അത് ഓൾറെഡി ഫുള്ളും വിയർത്ത് തന്നെ അത് പോകുന്നുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ ദൈവമേ എൻ്റെ അനിയൻ എന്ത് കഷ്ടപ്പെടുന്നത്. എനിക്ക് വയ്യ. അത് ഈ ചൂടത്ത് എന്ത് കഷ്ടപ്പെടും. അടുത്ത ഐഡിയാസും അടുത്ത എത്ര കോൺസെപ്റ്റ് ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നു. നോക്കി, ബനാന ചിപ്സ്, tapioca chips and sweet mixture. ഇതെന്ന് വെച്ചാൽ മേടിക്കുന്നത് ഇവൻ തിന്നത്. ബൾക്കിംഗ്. I'm not gonna mess up my diet. അവന്റെ എന്തിനു പോകുന്നു? നിന്റെ കുണ്ടിയെറിയെന്നും പറഞ്ഞ് അവിടെ കയറിയിരിക്കാനാടാ. നീ ആള് മാറിയില്ലടാ. എടാ പെട്ടെന്ന് അവിടെ ആൾക്കാരുണ്ട്, ഇവരെ കളിക്കാൻ പോലും വരത്തില്ല. അവിടെ പോയിട്ട് നാണം കിടല്ലേ. 7 വർഷം മുമ്പ് ക്യാപ്റ്റനാണ്. പുരാണ കഥയും പറഞ്ഞ് കിടന്നാ മതി. അവിടെ പോയിട്ട് വെറുതെ നാണം കിടും. ഇവരെ കൊണ്ടൊന്നും പോകാൻ പോകുന്നത് വേണ്ട. നിർത്ത്, ഷൂ ഇട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി. വെറുതെ എന്നെയും നാണം കിടത്തിക്കുന്നത്. എന്റെ ഷൂ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ കളിച്ചാണ്. എടാ ഞാൻ ചോദിച്ചായിരുന്നു പലവട്ടവും. എന്ന് വെച്ചാൽ 8 മണിക്കുണ്ടോ എല്ലാ അത് ഇതൊക്കെ. എപ്പോൾ ഇവിടെ വന്നാലും 8 മണിക്കില്ല. 8 മണിക്കില്ല ഇവിടെ. കളിക്കാൻ വരുന്ന സമയത്ത് ഒന്നുമില്ല. അവർ പറഞ്ഞ 8 മണിക്കുണ്ട്, പബ്ലിക് കോർട്ടാണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടും എപ്പോ വന്നാലും ഇത് അടച്ചിടക്കുക. സ്കിൽസ് കാണിക്കാനാ ഇരുട്ടത്ത്.
വീട്ടിൽ കൊണ്ട് വെച്ചേക്കിതല്ല. എന്തായാലും ബോളിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടല്ലോടാ, കൊള്ളാം. നിനക്കൊന്നും ഇല്ല, എന്താണ് വണ്ടിയുടെ പൊക്കത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് കാറ്റുണ്ട് കാറ്റില്ലേ ഒന്നും മനസ്സിലാകത്തില്ല, വെറുതെ എടുത്ത് ഓടിച്ചാൽ മാത്രമേ. ഒറ്റയ്ക്ക് ഇരുന്ന് മുട്ട തിരുന്നാ, എനിക്ക് അമ്മ വെച്ചിട്ട് മുട്ടയില്ലടാ അത്. എടാ ചെറുക്ക് എന്താടേ വയറ് തുറന്ന് കിടക്കുവാണെന്ന് തൈക്ക് ഇവിടെ കൊണ്ടുപോയിട്ട്. അപ്പൊ കഴിച്ച് ഇപ്പൊ ഞാൻ കിടക്കാൻ പോവുകയാണ്. ഓൾറെഡി എല്ലാവരും ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി JMP മൊബൈലിൽ ഇരിക്കുന്നു. അവൻ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇനി ഇരിക്കും. പാതിരാത്രിയാവും ചിലപ്പോൾ കിടക്കുന്നൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും അതേ അവിടെ അമ്മയും മൊബൈലിൽ ഇരിക്കുന്നു. നോക്കി എല്ലാരും ഒരു റൂമിലാണ് കിടക്കുന്നത് കേട്ടാ. അമ്മ പെട്ടെന്ന് അമ്മ ഇതേ ജസ്റ്റ് മൊബൈൽ വെക്കുക, മൊബൈൽ വെക്കുക പോലും ഇല്ല. അപ്പൊ മൊബൈൽ ഓഫ് ആകത്തില്ല, അമ്മ ഉറങ്ങിപ്പോ കേട്ടാ. അപ്പൊ പെട്ടെന്ന് അമ്മ പറയുന്നത് ജസ്റ്റ് മൊബൈൽ ഓൺ ആക്കുകയോ ഓഫ് ആകാത്ത പോലും ഇല്ല. അവിടെ തന്നെ പ്ലേ ചെയ്തിരിക്കും, അമ്മ ഉറങ്ങിപ്പോ. അപ്പൊ എന്തായാലും ഞാൻ നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.